മൗദ്ഗല്യ പത്നിയും പതിവ്രതയും ഉത്തമ പത്നിവ്രതസ്ഥയുമായ പാണ്ഡവരുടെ ധർമ്മപത്നിയായ ദ്രുപദ കന്യക പാഞ്ചാലിയുടെ പൂർവജന്മം. നളായണി. നളായണിയുടെ പതിയായ മൗദ്ഗല്യ മഹർഷി കുഷ്ഠരോഗബാധിതനായിരുന്നു. എന്നാലും അവൾ അദ്ദേഹത്തെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ ആദരിച്ചു, സേവിച്ചു, വേണ്ടതെല്ലാം ചെയ്തു നൽകി. ഒരിക്കൽ മഹർഷി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും വേളയിൽ രോഗിയായ അദ്ദേഹത്തിൻ്റെ കൈവിരൽ ഭക്ഷണത്തിലേക്ക് അടർന്നു വീണു. എന്നാൽ അതിൽ വിഷമിതനായി അദ്ദേഹം അത് കഴിക്കാതെ എഴുന്നേറ്റ് പോയി. എന്നാൽ ഉത്തമ പത്നിയായ അവൾ തൻ്റെ പതിയുടെ ഉച്ഛിഷ്ടം സേവിക്കുക എന്നൊരു സമ്പ്രദായം അല്ലെങ്കിൽ പുണ്യമായി കരുതുകയാൽ അറ്റുവീണ കൈവിരൽ ഭക്ഷണത്തിൽ നിന്നും നീക്കം ചെയ്ത ശേഷം ഭക്ഷണം സേവിച്ചു അവൾ. എന്നാൽ ഋഷി ആ കാഴ്ച കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. തൻ്റെ പത്നിയിൽ അദ്ദേഹം അഭിമാനപുളകിതനായി. ഋഷിവര്യൻ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുവാൻ അരുളി. അവൾ പറഞ്ഞു, അങ്ങ് നമ്മെ പഞ്ചശരീരനായി വന്ന് രമിപ്പിക്കണമെന്ന്. അതേപ്രകാരം അദ്ദേഹം അത്രിയായി വന്നുകൊണ്ട് നളായണി നദിയായി ജനിച്ചു. മൗദ്ഗല്യൻ മരമായപ്പോൾ നളായണി ലതയായി. മുനിവര്യൻ കരയായപ്പോൾ അവൾ കടലായി. അദ്ദേഹം പുഷ്പമായപ്പോൾ അവൾ വണ്ടായി. അവൻ കാറ്റായപ്പോൾ അവൾ സുഗന്ധമായി. അങ്ങനെ 5 ജന്മങ്ങൾ എടുത്തുകൊണ്ട് അവർ രമിച്ചു. എങ്കിലും തൃപ്തയാകാഞ്ഞ നളായണിയുടെ ആവശ്യത്തിനു മുൻപിൽ മഹർഷിക്ക് തുടരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ തപസ്സിന് അതൊരു തടസ്സമായി തീർന്നു. അതിൽ നീരസം തോന്നിയ മൗദ്ഗല്യൻ, നീ ഒരു മനുഷ്യ സ്ത്രീയായി മാറി 5 പതിമാരോട് കൂടിയവളാവട്ടെ എന്ന് ശപിച്ചു. 5 പതിമാർ ഒരുവൾക്കുണ്ടാകുക എന്നത് തികച്ചും അപമാനകരവും പരിഹാസകരവുമാകുമെന്ന് കരുതി നളായണി ദുഃഖിതയായി മഹാദേവനെ തപസ് ചെയ്തു. അദ്ദേഹവും അവൾക്ക് 5 പതികൾ ഉണ്ടാവട്ടെ എന്ന് വരം നൽകി. അതുപ്രകാരം അവൾ വീണ്ടും ദുഃഖിതയായി. എന്നാൽ ഭഗവാൻ അരുളി, നീ ദുഃഖിതയാകരുത്. 5 പതികൾ എന്നുള്ളത് 5 ശക്തികളാകുന്നു. അവർ 5 ഗുണങ്ങളുമാകുന്നു. അവ യഥാക്രമം ധർമ്മം, ശക്തി, വീര്യം, ദീർഘവീക്ഷണം, നിഷ്കളങ്ക സൗന്ദര്യം എന്നിങ്ങനെയാകുന്നു. അതിനാൽ ധർമ്മജ്ഞനായ ധർമ്മപുത്രനും ശക്തിയിൽ ഭീമനായും വീരനായ അർജുനനായും ദീർഘവീക്ഷണമുള്ള സഹദേവനായും നിഷ്കളങ്ക സൗന്ദര്യമുള്ള നകുലനായും പാഞ്ചാലി എന്ന ജീവാത്മാവുമായി നളായണിയുടെ പുനർജന്മം പ്രാപ്തമായി. പരമേശ്വരൻ അരുളി, ജീവാത്മാവെന്നാൽ 5 ഇന്ദ്രിയങ്ങളാകുന്നു. ഭഗവാൻ പറയുന്നത് കേട്ട് നളായണി സംതൃപ്തിയായി. അടുത്ത ജന്മത്തിനായി അവൾ കാത്തിരുന്നു.